ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സ്ക്രീനിൽ ഓൾറെഡി 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പൈൽ 1 ആൻഡ് പൈൽ 2. കുറച്ചൊരു കാം എനർജിയിലിരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ടെസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പൈൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. ഞാൻ ഓൾറെഡി നിങ്ങൾക്കുള്ള കാർഡ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വന്നിട്ട് ഇവിടെ പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം ഒത്തിരി ലേണിംഗ്, ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ടൈം പീരീഡ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, എന്തെങ്കിലുമൊക്കെ ന്യൂസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇത് ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കാം. നിങ്ങൾക്ക് തന്നെ കുറച്ച് സമയം ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇൻറ്റ്യൂട്ടീവ് ഗൈഡൻസ് ലഭിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ എംപററിൻ്റെ എനർജി. ഇന്നത്തെ ദിവസം കുറച്ചുകൂടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ടെൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ, എന്തെങ്കിലും നെഗറ്റീവ് സിറ്റുവേഷനിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ എനർജി ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ കാലുകൾ, ലെഗ്സ് കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ടും ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് പ്രായമായിട്ടുള്ള വ്യക്തികളുടെ എനർജി ആയിരിക്കാം. നിങ്ങളുടെ ഫാമിലിയിൽ മുതിർന്നവരുണ്ടെങ്കിൽ അവർക്ക് കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കാനായിട്ടും ഇന്നത്തെ സമയത്ത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലും ആങ്കർ ഇഷ്യൂസ്, ഓവറായിട്ടുള്ള എന്തെങ്കിലും കടുംപിടുത്തം, ആ ഒരു എനർജിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെയും കുറച്ചൊരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇവിടെ പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. നിങ്ങളെ പാസ്റ്റിൽ ഒത്തിരി നാളായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് ഒരു ക്ലാരിറ്റി, വ്യക്തത ലഭിക്കുന്നതാണ്. അഗെയിൻ ഇവിടെ കമ്മ്യൂണിക്കേഷൻ്റെ എനർജിയും ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. കുറച്ച് പേർക്ക് പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഐഡിയ വരുന്നുണ്ടാകാം. അത് ലൈഫിൽ നിങ്ങൾക്ക് ഒത്തിരി മുന്നോട്ട് പോണ സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ടെമ്പറൻസിൻ്റെ എനർജിയാണ്. ബാലൻസിലിരിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഇത് കോൺഫിഡൻസിൻ്റെ എനർജിയാണ്. ആ ഒരു കോൺഫിഡൻസ് ലെവലിൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് നമ്മൾ ഓവർ കോൺഫിഡൻസിൽ വന്നിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അല്ലെങ്കിൽ ചില സമയത്ത് നമ്മൾ ടെൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്തും നമുക്ക് ക്ലിയർ അല്ലാത്ത വരണ സമയത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഡിസിഷൻസ് എടുക്കുന്നുണ്ടാകാം. അപ്പോൾ രണ്ടിൻ്റെയും ഇടയിൽ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കുക. ഓക്കെ, നിങ്ങൾക്കുള്ള എഫർമേഷൻ എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസത്തെ എഫർമേഷൻ എന്താണ്? പൈൽ നമ്പർ 1ൻ്റെ എഫർമേഷൻ എന്താണ്? 7 of Cupsൻ്റെ എനർജി. മൈ ഇമാജിനേഷൻ ഈസ് എൻഡ്ലെസ്. ഐ ഫിൽ മൈ മൈൻഡ് വിത്ത് പോസിറ്റീവ് തോട്ട്സ്. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഉള്ളിൽ പോസിറ്റീവ് തോട്ട്സ് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ഇമാജിനേഷൻ പവർ ഉള്ളതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് പേര് ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. അപ്പോൾ ആ ഒരു ശക്തി ഇന്ന് നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു. വേറെ എന്ത് എഫർമേഷനാണുള്ളത് ഇന്നത്തെ ദിവസം വന്നിട്ട്? 5 of Cupsൻ്റെ എനർജി. ഐ ആം ഫിയർലെസ്. ഐ ഫൈൻഡ് പീസ് വെൻ ഐ ഫോർഗീവ് അതേഴ്സ്. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ പേടി, ഭയം, അല്ലെങ്കിൽ പാസ്റ്റിലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ടിട്ട് അത് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ലാക്ക് മെൻറ്റാലിറ്റിയിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് മറ്റുള്ളവരെ ഫൊർഗീവ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനും വരുന്നുണ്ടാകാം. പാസ്റ്റിലെ കാര്യമായിരിക്കാം. അത് ഫൊർഗീവ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി പീസ് വരുന്നതായിട്ടും ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് മെയിനായിട്ട് നിങ്ങളുടെ വർത്ത് ഇഷ്യൂസ്, നിങ്ങളുടെ മൂല്യം മനസ്സിലാക്കുക. അതായത് ഞാനിവിടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ മൂല്യം ആഡ് ചെയ്യാത്ത കാര്യങ്ങൾ, വാല്യൂ ആഡ് ചെയ്യാത്ത കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ലെറ്റ് ഗോ ചെയ്ത് ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് കൺസേർവ് ചെയ്യാനായിട്ട്, ഓക്കെ, നിലനിർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അറ്റൻഷൻ നിങ്ങളുടെ പവറാണ് ഇന്നത്തെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഏതെല്ലാം കാര്യങ്ങൾക്കാണ് ഞാൻ ഓവറായിട്ട് എൻ്റെ എനർജി കൊടുക്കുന്നത്. ഓക്കെ, കുറച്ച് പേർക്ക് ഒരു പേഷ്യൻസിൻ്റെ ആവശ്യവും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.
ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. നിങ്ങൾക്കുള്ള കാർഡ്സ് ഞാൻ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് വന്നിട്ട് 5 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് കൂടുതലായിട്ട് ഫോക്കസിൽ വരുന്നത്. ചിലപ്പോൾ ഒരു ലീഡർഷിപ്പ് റോള് ഏറ്റെടുക്കേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ടാകാം. ഒത്തിരി പേരെ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ ഇന്നത്തെ ദിവസം വരുന്നുണ്ടാകാം. ചിലപ്പോൾ പലർക്കും പല അഭിപ്രായമായിരിക്കാം, പല വ്യൂ പോയിൻ്റ് ആയിരിക്കാം. അതെല്ലാം മനസ്സിലാക്കിയിട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു ടൈമും ആയിരിക്കാം കുറച്ച് പേർക്ക് വന്നിട്ട്. ഓക്കെ, ഇവിടെ ഏസ് ഓഫ് സോഡ്സിൻ്റെ എനർജി, 7 ഓഫ് വാൻഡ്സിൻ്റെ എനർജി, ഇവിടെ 4 ഓഫ് സോഡ്സിൻ്റെ എനർജി. ഫസ്റ്റ് തന്നെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ എനർജി നിങ്ങൾ നന്നായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആവശ്യത്തിന് വിശ്രമം കൊടുക്കുക. എന്തെങ്കിലും ബോഡി പെയിൻ ഉണ്ടെങ്കിൽ, ബാക്ക് പെയിൻ ഉണ്ടെങ്കിൽ ആവശ്യത്തിന് റെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്ലീപ്പ് പാറ്റേൺസ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. ചിലപ്പോൾ ഇന്നത്തെ ദിവസം എന്തെങ്കിലും അഡ്വഞ്ചറസ് ആയിട്ടുള്ള, എന്തെങ്കിലും സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ഒത്തിരി എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ ടീം വർക്കോടുകൂടി എല്ലാവരെയും ചേർത്ത് ക്ലാരിറ്റിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഏസ് ഓഫ് സോഡ്സിൽ ഒരു പ്രൊട്ടക്ഷൻ്റെ എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ എനർജിയും ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന വേർഡ്സ് ക്ലാരിറ്റിയോടുകൂടി, വ്യക്തതയോടുകൂടി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. ഇവിടെ 7 ഓഫ് വാൻഡ്സിൽ വന്നിട്ട് നിങ്ങളിവിടെ ഒരു സ്ട്രോങ് എനർജിയിലിരിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ നീഡ്സിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അതിൽ കുറച്ച് പേര് ഉറച്ചു നിൽക്കുന്നതായിട്ടും ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒപ്പോസിഷൻ വരുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിനെയെല്ലാം നേരിടാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നുണ്ടാകാം. അപ്പോൾ ആ സാഹചര്യങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരു ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ടും ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും നിങ്ങൾ ആ ഒരു വാല്യൂ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ആ ഒരു ഗൈഡൻസും ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ അഫർമേഷൻസ് നോക്കാം. പൈൽ നമ്പർ 2യുടെ അഫർമേഷൻസ് എന്താണ് ഇന്നത്തെ ദിവസം വന്നിട്ട്? താങ്ക് യു. അഫർമേഷൻ എന്താണ്? 10 ഓഫ് കപ്സിൻ്റെ എനർജി, ഐ ആം സേഫ് ആൻഡ് കെയർഡ് ഓഫ്. ഇവിടെ വന്നിട്ട് മൈ ബ്ലെസ്സിങ്സ് ആർ ടു മെനി ടു കൗണ്ട്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ബ്ലെസ്സിങ്സ്, അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഈശ്വരനോട് നന്ദി പറയാനായിട്ട് മറക്കാതിരിക്കുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വരുന്നുണ്ട്, അതായത് നിങ്ങളുടെ കാര്യങ്ങൾ മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല, നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ട്, ആ ഒരു എനർജിയിൽ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ഒരു ഇമോഷണൽ എനർജിയിലോട്ട് വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ മനസ്സിൽ പറയുക, ഞാൻ സേഫാണ്, ഞാൻ പ്രൊട്ടക്റ്റഡ് ആണ്. ഓക്കെ, ആ ഒരു എനർജിയും ഇന്നത്തെ ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, വേറെ എന്ത് അഫർമേഷനാണുള്ളത് ഇന്നത്തെ ദിവസം വന്നിട്ട്? താങ്ക് യു. 8 ഓഫ് കപ്സിൻ്റെ എനർജി, ഐ ലെറ്റ് ഗോ, ഐ ആം ഇനഫ്. നിങ്ങൾക്ക് സെർവ് ചെയ്യാത്ത എനർജീസ്, ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ആവശ്യമില്ലാത്ത പിടിവാശി, ഓക്കെ, ആ ഒരു എനർജിയിൽ നിന്ന് മാറിയിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഐ ആം ഇനഫ്, നിങ്ങളിൽ കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സെൽഫ് വർത്ത്, നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്കുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.